കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് തലയില്ലാത്ത മൃതദേഹം കരക്കിടിഞ്ഞു. പുരുഷന്റെ മൃതദേഹത്തിന് ഒരു മാസത്തിലധികം പഴക്കമുണ്ടെന്നാണ് നിഗമനം. മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. തല വേർപെട്ടതാണ് ദുരൂഹതയ്ക്കിടയാക്കുന്നത്. മുങ്ങി മരണമാണെങ്കിൽ തല മാത്രം മൃതദേഹത്തിൽ നിന്ന് വേർപെട്ടു പോകാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. ബേക്കൽ കോസ്റ്റൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KV ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൈജു, ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഇന്ന് രാവിലെയാണ് കാസർഗോഡ് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന നെല്ലിക്കുന്ന് കടപ്പുറത്ത് ഹാർബറിന് സമീപം ഇത്തരത്തിൽ തലയില്ലാത്ത ഒരു മൃതദേഹം ഇങ്ങനെ കരക്ക് അടിഞ്ഞത്. മത്സ്യത്തൊഴിലാളികളാണ് ഇതാദ്യം കാണുന്നത്. പിന്നീട് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ വലിയ സംശയം ഉയരുന്നത്, ദുരൂഹത ഉയരുന്നത് ഇതിൽ ഈ തലയില്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ അനുസരി സൂചിപ്പിച്ചതുപോലെ തന്നെ മുങ്ങി മരണമാണെങ്കിൽ ഈ തല മാത്രം എങ്ങനെ ശരീരത്തിൽ നിന്നും പ്പെടും എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഇതിപ്പോൾ സമീപത്തെ എവിടെയെങ്കിലും കുഴിച്ചിട്ട മൃതദേഹം ഇങ്ങനെ തിരയിൽ വന്നതാണോ എന്നൊരു സംശയവുമുണ്ട്. എന്തായാലും ഇതിൽ ദുരൂഹത ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ കേസെടുത്തിപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബേക്കൽ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം കാസർഗോഡ് ടൗൺ പോലീസുമാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ഒരു പുരുഷന്റെ മൃതദേഹമാണ് ഇങ്ങനെ കരക്ക് വന്നത്. ഒരു 1.5 മാസത്തോളം പഴക്കമുണ്ടെന്നാണ് ഇതിൽ നിന്നും പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന. ഏതെങ്കിലും തരത്തിൽ ആളുകളെ ഏതെങ്കിലും തരത്തിൽ മിസ്സിംഗ് ഈ പരിസരത്ത് സമീപത്തായിട്ട് ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരം അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിൽ ദുരൂഹത ഉയരുന്നത് പ്രധാനമായും ഇങ്ങനെ തലയില്ലാത്ത ഒരു രീതിയിൽ ഈ ഒരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത് തന്നെയാണ്. അങ്ങനെ വരാനുള്ള ഒരു സാധ്യത അത് മത്സ്യത്തൊഴിലാളികളും സംശയത്തിന് അവരും അങ്ങനെ പറയുന്നുണ്ട്. നേരത്തെ ഒന്നും അങ്ങനെ മൃതദേഹങ്ങളൊന്നും കരക്കടിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു സംശയം ഉയർന്നിട്ടുണ്ട്. ഇത് ആരുടേതാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം പരിശോധനകളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നെല്ലിക്കുന്ന് കടപ്പുറം. അവിടെ നിരവധി ആളുകളുള്ള ഹാർബറിന് സമീപം തന്നെയാണ് ഇങ്ങനെ ഒരു മൃതദേഹം കരക്കടിഞ്ഞത്. ഇതിനി എവിടെ നിന്നും ഇങ്ങനെ എത്തിയതാണെന്ന കാര്യത്തിലുള്ള ഒരു പരിശോധന ഉണ്ടാകും. മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും വിവരം അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെ മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നത് ഒരു ഭാഗത്ത് പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും കുഴിച്ചിട്ട മൃതദേഹം ഈ തിരമാലയിൽപ്പെട്ട് അങ്ങനെ വന്നതാണോ എന്നതും ഒരു സംശയമുണ്ട്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അനുശ്രീ, ബൈജു, ഈ കാസർഗോഡ് ഭാഗത്ത് അല്ലെങ്കിൽ ആ നെല്ലിക്കുന്ന് കടപ്പുറത്ത് ഭാഗത്ത് കാണാതായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ മിസ്സിംഗ് കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ടോ? ആ ഒരു രീതിയിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ? അനുശ്രീ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇതുവരെയായും അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് ഉള്ളതായി അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കാണാതായതായുള്ള ഒരു വിവരം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരുടെ മൃതദേഹമാണ് എന്നൊരു സംശയമാണ്. കാരണം 1.5 മാസത്തോളം പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു കാലയളവിൽ ഉള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ കാണാതായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ അന്വേഷണം നടത്തേണ്ടി വരും. ആ തരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ഈ 1.5 മാസത്തോളം പഴക്കമുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിലുള്ള ഈ ഒരു സമയത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സമീപത്തായുള്ള കാസർഗോഡ് ജില്ലയുടെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ കർണാടകയിലൊക്കെ ആളുകൾ ഒഴുക്കിൽപ്പെട്ടാലൊക്കെ ഈ ഒരു നെല്ലിക്കുന്ന്, തൈക്കടപ്പുറം, ചിത്താരി ഭാഗങ്ങളിലൊക്കെ മൃതദേഹം കരക്കടിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഉൾപ്പെടെ ഈ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് അത്തരം അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ദുരൂഹത ഈ ഒരു ശരീരം, ഈ ഒരു മൃതദേഹ അവശിഷ്ടത്തിന് തല ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഐഡന്റിഫിക്കേഷൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മൃതദേഹവും ജീർണിച്ചിട്ടുണ്ട്. ഇത്രത്തോളം പഴക്കമുള്ളതുകൊണ്ട്, കടലിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ജീർണിച്ച അവസ്ഥയിലാണുള്ളത്. എല്ലുകളൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ, മാംസങ്ങളൊക്കെ ഇല്ലാത്ത രീതിയിൽ അങ്ങനെയാണ് ആ മൃതദേഹ ഭാഗമുള്ളത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഇത് കണ്ടെത്താൻ അല്പം പ്രയാസമുണ്ടെന്ന് പോലീസും പറയുന്നുണ്ട്. ഏതായാലും മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ, സമീപ പോലീസ് സ്റ്റേഷനുകളിൽ, അയൽ ജില്ലകളിലെ കണ്ണൂർ ഉൾപ്പെടെ വിവരം പോലീസ് കൈമാറിയിട്ടുണ്ട്. നേരത്തെ അനുസരിച്ച് ചോദിച്ചതുപോലെ തന്നെ ഇതിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചാണ് ഇതിൽ പ്രാഥമികമായി പോലീസ് അന്വേഷണം നടത്തുന്നത്. അത്തരം വിവരങ്ങൾ ഏതെങ്കിലും കിട്ടിയാൽ മാത്രമേ പോലീസിന് ഇതിൽ ഒരു വ്യക്തത ഉണ്ടാകൂ. അതല്ലെങ്കിൽ വലിയ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടി വരും. ഇതിന് ആരുടെ മൃതദേഹമാണ്, ഏതെങ്കിലും കൊലപാതകമോ മറ്റോ അത്തരം സാഹചര്യം ഉണ്ടോ എന്നതും പോലീസ് അതിന്റെ അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും പെട്ടെന്ന് തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു. പ്രധാനമായും ഇത് കാണാതായവരെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ബൈജു, മറ്റൊരു കാര്യം, ഇത് മരണകാരണം എന്തെന്ന് കണ്ടെത്തുന്നതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
തീർച്ചയായും അനുസരി ഇത് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കാസർഗോഡ് ടൗൺ പോലീസ് അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ നിന്നും പൂർത്തിയാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അനുസരിച്ച് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ മുറിവുകളോ അതല്ലെങ്കിൽ മർദ്ദനമോ ഏറ്റ പാടുകളോ മറ്റോ ഉണ്ടോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു വ്യക്തത ഉണ്ടാകും. പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ തന്നെ ഇതിൽ ഈ ഒരു സംഭവത്തിന്റെ ഒരു ദുരൂഹത മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇന്ന് വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും അതോടൊപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ആളുകളെ കാണാതായത് സംബന്ധിച്ചോ അങ്ങനെ ഏതെങ്കിലും കേസുകൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് നിർണായകമായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരത്തിൽ മർദ്ദനമേറ്റതോ അല്ലെങ്കിൽ അത്തരം പാടുകൾ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വൈകിട്ടോടെ വരും. അപ്പോൾ അതിലൊരു ദുരൂഹത മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, കാസർഗോഡ് നെല്ലിക്കുന്നാണ് ഇത്തരത്തിൽ തലയില്ലാത്ത മൃതദേഹം കരക്കിടിയുന്ന സാഹചര്യമുണ്ടായത്. പുരുഷന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ആരാണ് മരണപ്പെട്ടത് എന്ന് കണ്ടെത്തുന്നത് ഇപ്പോഴും വലിയ ആശയക്കുഴപ്പത്തിലാണ് പോലീസ്. ആരെങ്കിലും പ്രദേശത്ത് നിന്ന് മിസ്സായിട്ടുണ്ടോ എന്നുള്ളതടക്കം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം മൃതദേഹം കാണുന്നത്. തല വേർപെട്ടത് കൊണ്ട് തന്നെ ആരാണ് മരിച്ചത് എന്നുള്ളത് കണ്ടെത്തുന്നത് വലിയ ആശയക്കുഴപ്പമായി ഇപ്പോൾ പോലീസിന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ഇപ്പോൾ അവിടെ പുരോഗമിച്ചു വരികയാണ്. കെ വി ബൈജു ആണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.